കോൾബർഗ് ട്രാവിസ് റോബർട്ട് ഒരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ KKR, അതുപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1988 ലാരി ഫിങ്ക് സ്റ്റാർട്ട് ചെയ്ത ബ്ലാക്ക് റോക്ക്, പിന്നീട് 2-3 സബ്സിഡറി കമ്പനീസ് ഉണ്ട്. ഇവരൊക്കെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ കഴിഞ്ഞ വർഷം വാർ ഫൂട്ടേജ്, അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ കേരളത്തിലെ മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ, നല്ലോണം വർക്ക് ചെയ്യുന്ന മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസിൻ്റെ മെജോറിറ്റി ഓഫ് സ്റ്റേക്സ്, അതായത് മുതലാളിമാർക്ക് പേരിന് മാത്രം ഷെയർ ബാക്കി വെച്ചിട്ട് ബാക്കി 90% ഷെയറും ഇവർ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹൈ വാല്യൂ ഡീൽസ്. അതായത് ഓരോ ഹോസ്പിറ്റൽസിൻ്റെയും അതിൻ്റെ ഓണേഴ്സ് പറയുന്നു, ഇപ്പോൾ നമ്മുടെ നെറ്റ് ആയിട്ട് നമുക്കിവിടെ ഇത്ര എക്സ്പെൻസ് ആയി, 1000 കോടി എക്സ്പെൻസ് ആയി, ഓക്കെ 1000 കോടി നിങ്ങളുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അത്രയും പെട്ടെന്ന്. അപ്പോൾ ഇവർക്കൊന്നും പെട്ടെന്ന് കേരളത്തോട് സ്നേഹം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നതല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. ദേ ഹാവ് ബീൻ സ്റ്റഡിയിങ്. ഇവർ ഒരുപാട് വർഷങ്ങളായി കേരളത്തിലെ മെഡിക്കൽ ഫീൽഡിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ. ഇനി കൊറോണയെ പറ്റി പറയാം. വേൾഡിലെ ഏറ്റവും വലിയ സ്കാമായ കൊറോണ, അതിൻ്റെ അനുബന്ധിച്ചിട്ട് 2-3 കമ്പനി വാക്സിൻസ്, ഇതൊക്കെ ഫണ്ട് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും ഇതേ കമ്പനീസും അവരുമായി ബന്ധപ്പെട്ട കൺസോഷ്യ എന്ന് അറിയുമ്പോഴാണ് കഥ പൂർത്തിയാവുന്നത്. ഇത്രയും വലിയൊരു എമൗണ്ട്, ഇത്രയും വലിയൊരു ഫണ്ട് ഇവർ കേരളത്തിലേക്ക് ചെയ്തിരിക്കുന്നത് വെറും ആ ഫണ്ട് തിരിഞ്ഞു മറിഞ്ഞ് വന്ന് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാനാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ മൈൻഡ് സെറ്റ്, വേൾഡിൽ മൊത്തം മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതായത് കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും കൊറോണ വൈറസ്, കോവിഡ് വാക്സിൻ, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡ്ലി ഡിസീസാന്ന് പറഞ്ഞിട്ട് അന്നേരം സ്പ്രെഡ് ചെയ്തിട്ട് ജനങ്ങളിൽ ഒരു പേടി ഉണ്ടാക്കി. സോ അതിനെ മറികടക്കാൻ വേണ്ടി അവർ തന്നെ അവരുടെ സൊല്യൂഷൻ ഉണ്ടാക്കി. സൊല്യൂഷനായിട്ട് വാക്സിൻ വന്നു, വാക്സിൻ അടിച്ചു. അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവുകയും ഒരുപാട് പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നുമല്ല, ആൾക്കാരെ കൊല്ലുക എന്നല്ല അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സിറ്റുവേഷന് വേണ്ടി, ഈ ഹോസ്പിറ്റൽസ് ബൈയിങ്, മാസ് പർച്ചേസ് നടന്നല്ലോ, ഇതിന് വേണ്ടിയുള്ള പ്ലോട്ടായിരുന്നു അവർ ആദ്യം സ്കെച്ച് ചെയ്തത്. എന്തായിരുന്നു പ്ലോട്ട്? കൊറോണയ്ക്ക് ശേഷമുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനി ടൈം നമ്മൾ മരിക്കാം. നമ്മുടെ ഈ ബാങ്കിൽ വെച്ചിരിക്കുന്ന ബാങ്ക് ബാലൻസ് ഉള്ള ഫണ്ടൊന്നും കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. സോ സ്പെൻഡ് മച്ച്. എവിടെ സ്പെൻഡ് ചെയ്യും? നമ്മൾ മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമുക്ക് ആരുടെ സപ്പോർട്ട് വേണം? നമുക്ക് സപ്പോർട്ട് വേണ്ടത് സിസ്റ്റത്തിൻ്റെ അല്ല, മെഡിക്കൽ ഫീൽഡിൻ്റെ, മരുന്നുകളുടെ, ഫാർമസിയുടെ. അപ്പോൾ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഫുഡ് ഹാബിറ്റ്സിലായാലും, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള ഐഡിയയിലായാലും, നല്ല മരുന്നുകൾ കഴിക്കുക എന്നുള്ള ഐഡിയയിലായാലും, അതുപോലെ തന്നെ നല്ല ഹോസ്പിറ്റലിൽ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതായാലും, നമ്മുടെ മൊത്തം മൈൻഡ് സെറ്റ് മാറി. കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ ഒരാളുടെ അക്കൗണ്ടിൽ ഒരു 50 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാക്സിമം നമ്മുടെ ഇതിനു വേണ്ടി ചിലവാക്കാൻ, നോർമലായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവാക്കാൻ 1 ലക്ഷം ചിലവാക്കിയിരുന്ന ആൾക്കാർ ഇന്ന് 5 മുതൽ 10 ലക്ഷം വരെ ചിലവാക്കിയിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഐഡിയയിലേക്ക് നമ്മൾ വന്നു. ആ പ്ലോട്ട് അവർ സ്കെച്ച് ചെയ്തത് കോവിഡിന്റെ സമയത്താണ്. സോ ദേ ഫണ്ടഡ് കോവിഡ് വാക്സിൻ. ആൻഡ് കോവിഡ് വാക്സിൻ മാത്രമല്ല, കൊറോണയുടെ വൈറസിന്റെ പോലും ഇപ്പം എപ്സ്റ്റീൻ ഫയലിലെ ഒരു റിപ്പോർട്ട് പ്രകാരം 2016 ജെഫ്രി എപ്സ്റ്റീൻ, നമ്മുടെ മറ്റേ അയാളുടെ പേരെന്തായിരുന്നു, നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ ഈ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, ബിൽ ഗേറ്റ്സിനോട് ചോദിക്കുന്നുണ്ട്, ഗേറ്റ്സ് എന്തായി നമ്മുടെ വാക്സിന്റെ ഫണ്ടിങ് എന്തായി എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഏത് വാക്സിനെ പറ്റി? ആ സമയത്ത് ഒരു വാക്സിനും ഇല്ല. അവർ എന്തിന്റെ പോളിയോ വാക്സിനാ? നോ, ദിസ് ഈസ് ദാറ്റ്. അപ്പോൾ ചുരുക്കി പറയാന്ന് വെച്ചാൽ, സാത്താൻ വേദം ഓതുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ആദ്യം വലിയ മെഡിക്കൽ കമ്പനീസ് മെഡിക്കൽ റപ്പുകളെ വെച്ചിട്ട് ആ റപ്പുകൾ വന്നിട്ടാണ് നമ്മുടെ ഡോക്ടർമാരെ കണ്ട് കാര്യങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞൊരു സ്റ്റേജിൽ റപ്പുകൾ കുറഞ്ഞു, ഡോക്ടർ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർമാരെ പർച്ചേസ് ചെയ്ത് ഒരുപാട് ഡോക്ടേഴ്സിന് സമയമെടുക്കും. പിന്നെയോ ഇപ്പം വന്നിരിക്കുന്നത് എന്താ? ക്ലസ്റ്റർ ബൈയിങ് ഓഫ് ഹോസ്പിറ്റൽസ് തന്നെ നേരിട്ട് അങ്ങ് വാങ്ങിയാലോ? ഈ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് തന്നെ ഞാൻ കടയടക്കം വാങ്ങുകയാണ്. സോ ദ സ്റ്റോറി ഈസ് നോട്ട് സ്മോൾ.
ഇതിൽ ഇൻവോൾവ് ആകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുൾ ഡാറ്റ ഓഫ് കേരള, മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, ഒരു മെഡിസിൻ ഒരു ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ ജനനം മുതൽ ആ വീട്ടിലെ മുതിർന്ന അംഗത്തിന്റെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും സെൻസസ് ഡാറ്റ ഈസ് ഗോയിങ് ടു ബി ഡൺ വിത്ത് US സ്ട്രക്ചേർഡ് ടീം, സോ കോൾഡ് ടീം. ഇതിനെ ആൾക്കാർ ഇലുമിനാറ്റി എന്നൊക്കെ പറയും, പക്ഷെ അതൊന്നല്ല ഫാക്ട്. ദേ ആർ ഗോയിങ് ടു ഡു സംതിങ് മോർ ബിഗർ ദാൻ ദാറ്റ്. ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ളത് ഹോസ്പിറ്റൽസ്, ഇവരുടെ കയ്യിലുള്ളത് പിന്നെ മെഡിക്കൽ കമ്പനീസ്, ഇവരുടെ കയ്യിലുള്ളത് ഡോക്ടേഴ്സ്, ഇവരുടെ കയ്യിലുള്ളത് ഇൻഷുറൻസ് കമ്പനീസ്, ഇവരുടെ കയ്യിലുള്ളത് നമ്മുടെ ജീവൻ. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. നമ്മൾ ഒരു നോർമലി ഒരു സർജറിക്ക് പോകുമ്പോൾ ഒപ്പിട്ട് കൊടുക്കും, ഞാൻ ഇതിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഉത്തരവാദിയും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ മൈനർ സർജറി ആയാൽ പോലും ഈ സർജറിയുടെ വീഡിയോ ലൈവായി നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാനുള്ള ഒരു നിയമം കൂടി കൊണ്ടുവന്ന് അതിലും നമ്മൾ ഒപ്പിടിപ്പാണ് ഇവരെ കൊണ്ട്. ബിക്കോസ് ഒരു ചെറിയ കീഹോൾ സർജറി ആയാൽ പോലും, ചെറിയൊരു കീഹോൾ സർജറി ആയാൽ പോലും അതിൽ നിന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് എങ്ങനെ അറിയാൻ? ഹൗ വി ആർ സപ്പോസ് ടു നോ? അല്ലെങ്കിൽ ആ സർജറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബിഫോർ ആൻഡ് ആഫ്റ്റർ മാച്ച് ചെയ്ത് നോക്കുന്ന എന്തെങ്കിലും വേറൊരു ഗവേണിംഗ് ബോഡി, ഗവൺമെന്റ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടാവണം. അതായത് ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന സർജറി കഴിഞ്ഞിട്ട് എൻ്റെ മുമ്പത്തെ അവയവങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെന്റിന്റെ ബോഡി, അല്ലാണ്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ ചെക്ക് ചെയ്തിട്ട് എന്താണ് കാര്യമുള്ളത്? സോ ദിസ് ഈസ് നോട്ട് എ സ്മോൾ ഗെയിം. സോ റിമെമ്പർ ദീസ് നെയിംസ്. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് എനിക്ക് ക്ലാസ് എടുത്ത് തരാണ്, എടാ മോനെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി അല്ല, ബ്ലാക്ക് റോക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഗായ്സ്, ബ്ലാക്ക് റോക്ക് 988 ലാരി ഫിങ്ക് ഉണ്ടാക്കിയ കമ്പനിയാണ്. അത് ബ്ലാക്ക് സ്റ്റോണിന്റെ സബ് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. പക്ഷേ ഇന്ന് ബ്ലാക്ക് സ്റ്റോണിനെക്കാട്ടും ബ്ലാക്ക് റോക്ക് വളർന്നു. ബ്ലാക്ക് സ്റ്റോണിൻ്റെ എനിക്ക് തോന്നുന്നു 1.3 ട്രില്യൺ സംതിങ് ആണ് അവർ മൊത്തമായിട്ട് പിന്നെ അസറ്റ് മാനേജ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ബ്ലാക്ക് റോക്ക് 15 ട്രില്യണോളം അസറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് വേൾഡ് ഇവരൊക്കെ ഈ കൺസോഷ്യത്തിന്റെ മൊത്തം, അതായത് ബിൽ ഗേറ്റ്സ്, ഈ ബ്ലാക്ക് റോക്ക്, ബ്ലാക്ക് സ്റ്റോണ്, KKR, നമ്മുടെ കോൾബർഗ്, ട്രാവിസ്, റോബർട്ട്, ഇവരൊക്കെ കൺസോഷ്യം തുടങ്ങി വെച്ച ആ കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിനെക്കാട്ടും വേൾഡിലുള്ള എല്ലാ കൺട്രീസിന്റെ ഇൻകംസിനെക്കാട്ടും അവരുടെ കയ്യിലുണ്ട്. ഇറ്റ്സ് എ പാരലൽ വേൾഡ് ഗവൺമെന്റ്. അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നെക്സ്റ്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ നമ്മുടെ കാര്യം സേഫായി നോക്കുക. ഞാനീ പറഞ്ഞ പോലെ ഏത് ഹോസ്പിറ്റലിൽ നിന്നും അത് നമ്മുടെ അവകാശമാണ്. ഇത് ചെറിയൊരു സർജറി, മൈനർ സർജറി ചെയ്യുമ്പോൾ പോലും നമ്മൾ മുൻപുള്ള അതേ അവസ്ഥയിൽ ഈ സർജറി കഴിഞ്ഞിട്ട് ആ അസുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതുപോലെ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഗവേണിംഗ് ബോഡി മസ്റ്റായിട്ട് നമ്മളെ ഗവൺമെന്റ് കൊണ്ടുവരണം. ഇതെങ്കിലും ഉണ്ടാവോ? ഇവർ ഫണ്ട് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രിക്ക് വരെ 1 കോടിയാണോ 100 കോടിയാണോ 1000 കോടിയാണോ 10,000 കോടിയാണോ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. സോ ജയന്റ് മാസീവ് സ്ട്രക്ചേർഡ് സ്കാമാണ് ഇവർ നടത്തുന്നത്. സോ കോൾഡ് മൾട്ടിനാഷണൽ ജയന്റ് കമ്പനീസ്. വിൽ കം ബാക്ക് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.